ഓഡിയൻസ് മാറിയാലേ സിനിമ മാറുള്ളൂ. ഓഡിയൻസാണ് സിനിമ മാറ്റുന്നത്. കൊള്ളൂല്ലാത്തത് കാണാതിരിക്കും, നല്ലത് കാണുമ്പോൾ നാച്ചുറലി സിനിമ നന്നാവും. നല്ല ഓഡിയൻസ് ഉള്ളിടത്തേ നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അതിലൊന്നും തർക്കമൊന്നുമില്ല. നമ്മുടെ ആളുകൾ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്, നല്ല സിനിമ കാണാൻ വരുന്നത് കൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. മറ്റു ഭാഷകളിൽ കണ്ടില്ല, അവർ പഴയ അവർക്ക് ഓഡിയൻസിനെ അറിയാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പരാജയപ്പെട്ടു പോകുന്നത്. ഓഡിയൻസാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും. Just one more question to Mithun Chetan and Rajbir Shetty sir. Of course, നമ്മുടെ നോർമൽ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കണ്ടിട്ടുള്ളത് കുറച്ച് ജയന്റ് ആണ്, കുറച്ച് ഹെവി ആണ്, അങ്ങനെയൊക്കെ. ഈ ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ വില്ലന്മാരൊക്കെ ഇതിനേക്കാളും ചെറുതാ. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സിനിമയിൽ പരിചയമുള്ള ആൾക്കാർ ചോദിച്ചു നോക്കും, നല്ല ഗുണ്ടകളേക്കാൾ. അപ്പൊ നമ്മുടെ പെൻസിൽ മാർക്കുള്ള ആൾക്കാർ പറപ്പിക്കണത്. അതെ, അപ്പോൾ വില്ലൻ ഇവിടെ ഷർട്ടും മുണ്ടും ഒരു ഷോളൊക്കെ ആയിട്ടാണ്. മിഥുൻ ചേട്ടാ, ഇത് വളരെ പെർപ്പസ്ഫുള്ളി ചെയ്തൊരു കാര്യമാണോ? അതേപോലെ തന്നെ വൺ മോർ തിങ്, രാജ്ബി ഷെട്ടി സാറിന് മുമ്പ് കണ്ടപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു, നീവു ഹെഗിത്രേ പഠിച്ചിട്ട് വന്നതാണ്, അത് മറന്നുപോയി അന്ന് ചോദിച്ചപ്പോൾ. അല്ല, എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യും എന്നുള്ളതിന് എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ, ആളെ വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നണു. കാരണം ഇദ്ദേഹത്തെ അല്ല, ഞാൻ പറഞ്ഞത് മറ്റേ ഡയലോഗ്, ഇയാളെ കണ്ട് ഭ്രമിച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഗരുഡഗമനെ കണ്ട് നമ്മൾ ഇങ്ങനെ ഇതാരാണ് ഇയാൾ എന്നുള്ള അന്തം വിടലിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു സിനിമ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളുടെ പാറ്റേൺ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത്. ബാക്കി ഇദ്ദേഹം പറയട്ടെ. ഈ ഒരു കോസ്റ്റ്യൂമിന് കൂടെ പറ്റി പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇത് ഇദ്ദേഹം ഇപ്പം നമ്മൾ വില്ലന്മാരെ പല രീതിയിൽ ക്യാരക്ടർ അധികം പറയുന്നില്ല, പല രീതിയിൽ വില്ലനായിട്ടല്ലേ ഇങ്ങനത്തെ ഒരാൾ. അതെ, നമുക്ക് പക്ഷേ അയാൾ നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്ര നന്മകളായിരിക്കില്ല, അയാളുടെ ഭാഗത്ത് അയാൾ റൈറ്റാണ്. അതെ, അപ്പോൾ കോസ്റ്റ്യൂം നമ്മൾ ഒരു ഇദ്ദേഹത്തിന് കണ്ടിട്ടില്ലാത്ത സ്യൂട്ട് കൊടുക്കണോ പാൻറ്റ് കൊടുക്കണോ എന്നൊക്കെയുള്ള ആലോചനപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് മുണ്ടും ഈ പറഞ്ഞ പോലെ ഒരു ഷർട്ടും ആ ഹെലികോപ്റ്ററിലൊക്കെ വരുന്നതിൻ്റെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു തുണ്ടും ഒക്കെ കൊടുത്ത് അങ്ങനെ കോൺട്രാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൈശാട്ടൻ അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈശാട്ടൻ കോസ്റ്റ്യൂമൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ആക്ച്വലി നടക്കുന്നത് ആ കോസ്റ്റ്യൂമിലാണ്. കളർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ ആയിപ്പോയതാണ്. സ്വന്തം കോസ്റ്റ്യൂംസ് തന്നെയാണ് അപ്പോൾ യൂസ് ചെയ്തത്? അല്ലല്ല, മമ്മൂട്ടി കമ്പനി റിച്ച് ആണ്, യുനോ. ഒരു വാക്ക് പഠിച്ച് കംപ്ലീറ്റ് ടൗൺ അല്ലേ? ಮೊದಲು സുരത്കൽ കാസർഗോഡ്. കാസർഗോഡ് ജനം എല്ലാം ഉണ്ട്. അവിടെ ഒരു അല്ലിദ്രയുണ്ട്, ഇവിടെ ഒരു ഇല്ലിദ്രയുണ്ട്. ഇക്ക ഞാനും കാസർഗോഡാണ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കാസർഗോഡേക്ക് പോകല്ലേ?